എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഫ്ലാഷ് ബാക്ക്. ലേഡി ആക്ടിവിസ്റ്റുകളുടെ പ്രതികരണത്തിനെതിരെ PC ജോർജ് MLA പ്രതികരിക്കുന്നു. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. അയാള് ഒരു സ്ത്രീകളെ പറ്റി എത്ര സ്ത്രീകൾ മോശമാണെന്നാലും അങ്ങനെ പരസ്യമായിട്ട് സ്ത്രീകളെ പറ്റി അയാൾ ഉപയോഗിച്ച വാക്യം പറയുന്നത് വളരെ മോശമാണ്. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? അതിൽ തുടങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ട. ഏത് മോശം പെണ്ണായാലും പെണ്ണിനെ പറ്റി അങ്ങനെ വൃത്തികൾ പറയാൻ പാടില്ല. കള്ളപ്പണവും കള്ളവാറ്റും ആയിക്കോ, ഇന്ദ്രജിത്ത് മൗനം പാലിക്കും. പക്ഷെ സ്ത്രീയുടെ പാതിവൃത്യത്തെ തൊട്ട് കളിച്ചാൽ ഞാൻ അഗ്നിയല്ല. പക്ഷെ വേറെ കാര്യ അങ്ങനെ ഒരുത്തം പറഞ്ഞാൽ നിയമന നടപടി ചെയ്യിക്കാൻ ഇവിടെ വരാനാ അവനെ പോയി തല്ലാൻ. അവന്റെ മേത്ത് മഷിക്കുപ്പി ഒഴിക്കുക. ഞാനാണ് അവിടെ വരെ ചെവുക്കുറ്റി അടിച്ച് പറിച്ചേനെ. ഇവനോട് ഓക്കായി പോയി. ആൺവർക്കത്തിന് അപമാനം തെണ്ടിന്ന് എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയുമ്പോ അവൻ അടി കൊണ്ടുകൊണ്ട് നിൽക്കുക. ഒറ്റ ചവിട്ട് കൊടുത്താ പോലെ. രസമാണ്. ഞാൻ എനിക്ക് ആ സ്ത്രീകളുള്ള അരിച്ച എന്താ അറിയോ, അവളുമാര് പറയുന്ന ചീത്ത പൂവുമായി കൂട്ടി ചന്തപ്പെണ്ണുങ്ങൾ പറയുന്നത് പോലെ അത്ര മോശമായ ചീത്ത പറയുന്നത് കേട്ടു. എന്ത് ഇതൊക്കെ ഇത് കൂടി ചന്ത ആണല്ലോ പല്ലേ. എനിക്ക് സങ്കടം തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒരുമാതിരി മറിച്ചാടുന്ന പരിപാടി തന്നെയാണ്. അവൻ പറഞ്ഞ വാക്കുകളൊക്കെ മോശമായി, ഞാൻ സമ്മതിച്ചു. അവന് രണ്ട് അടി കൊടുത്താലും എനിക്ക് വിരോധമില്ല. പക്ഷേ അവരുടെ തല്ലിക്കൊണ്ട് പിള്ളമാർ പറയുന്ന ചീത്ത ചന്തപ്പെണ്ണുങ്ങൾ പറയാല അറിയാമോ, മാർക്കറ്റുകളെ പോലെ. അത് വളരെ മോശമായി. അത് അവരുടെ സംസ്കാരത്തിൽ ചേർന്ന ഭാഷയാണ് അവർ പറഞ്ഞത്. എനിക്കെല്ലാമായി തൃപ്തിയായി. അപമാനകരമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഇത് അവൻ നേരെ ബോധമുള്ളവരാണ് അവിടെ പോയി ആശുപത്രിയിൽ പോയി കിടന്നിട്ട് മൊഴി കൊടുത്ത് കേസ് എടുപ്പിക്കണം. അതാ എന്റെ മര്യാദ. പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.